നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സലിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വർക്ക്ഷീറ്റ് ഡേറ്റ. വർക്ക്ഷീറ്റ് ഡേറ്റയുടെ വിഷ്വൽ റെപ്രസെൻറ്റേഷനെ പറയുന്നത് എന്ത് പേരിലാണ്? കോളം എന്നാണോ, ഡേറ്റ എന്നാണോ, ചാർട്ടാണോ, ലെജൻഡ് ആണോ? ഏതാണ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വർക്ക്ഷീറ്റ്? വർക്ക്ഷീറ്റിലെ ഡേറ്റാസിനെ നമ്മൾ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചാർട്ട് യൂസ് ചെയ്താണ് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കോളം എന്താ, ഡേറ്റ എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ. ലെജൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചാർട്ടിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് ഏത് ലെജൻഡ് എന്ന് പറയുന്നത്. ചാർട്ടിലെ വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെജൻഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, സോർട്ട് കമാൻഡ് ഈസ് യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയാണ് സോർട്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്? ഫിൽട്ടറിംഗ് ഡേറ്റയാണോ, അറേഞ്ചിങ് ഡേറ്റയാണോ, ഡിസ്പ്ലേയിങ് ഡേറ്റയാണോ, ഹൈഡിങ് ഡേറ്റയാണോ? എന്താണ്? അറേഞ്ചിങ് ഡേറ്റയാണ്. ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യാൻ, നമുക്ക് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോർട്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സ്പ്രെഡ്ഷീറ്റ് ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ്. ലെറ്റേഴ്സ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റിൽ യൂസ് ചെയ്യുന്നത്? കോളംസ് ആണോ, റോ ആണോ, ബ്ലോക്ക് ആണോ, സെല്ലാണോ? ഏതാണ്? നമുക്കറിയാം ഏതാണ്. ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കോളംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ABCD എന്ന്. റോ ആണെന്നുണ്ടെങ്കിൽ 1 2 3 എന്നായിരിക്കും നമ്പർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കോളവും റോയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ടാണ് സെല്ല്. അതുകൊണ്ട് സെല്ലിൻ്റെ അഡ്രസ്സ് വരുന്നത് കോളത്തിൻ്റെ ലെറ്ററും റോയുടെ നമ്പറും കൂടി ചേർന്നാണ്. അപ്പം A എന്ന് പറയുന്ന കോളവും 1 എന്ന് പറയുന്ന റോയും ആണെങ്കിൽ A1 ആയിരിക്കും സെല്ലിൻ്റെ അഡ്രസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഈസിയർ വേ ടു സെറ്റപ്പ് കോംപ്ലക്സ് കാൽക്കുലേഷൻസ്. കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഈസിയർ വേ അല്ലെങ്കിൽ ഈസിയർ മെത്തേഡ് എന്താണ്? ഡെസിമൽസ് ആണോ യൂസ് ചെയ്യുന്നത്? ഫങ്ഷൻസ് ആണോ, ഫ്രാക്ഷൻസ് ആണോ, ബൂളിയൻസ് ആണോ? ഏതാണ്? ഫങ്ഷൻസ് ആണ്. നമ്മൾ ഫോർമുലാസ് ഒക്കെ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് വെച്ച് യൂസ് ചെയ്യാം? ഫങ്ഷൻസ് യൂസ് ചെയ്യാം. ഫങ്ഷൻസിൽ തന്നെ നമുക്ക് ഫങ്ഷൻ നെയിം കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? അതിലെന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ആർഗ്യുമെന്റ്സ് എന്താണ് വരേണ്ടതെന്നൊക്കെ അതിൽ തന്നെ കാണിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The spreadsheet data elements are separated by data അല്ല, date ആണ്. The spreadsheet date elements are separated by. സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഡേറ്റ് എൻ്റർ ചെയ്യുമല്ലോ. അപ്പോൾ ആ എൻ്റർ ചെയ്യുന്ന ഡേറ്റിൽ ആ ഓരോ എലമെൻസിനെയും, അതായത് ഡേറ്റ്, ഡേ, മന്ത്, ഇയർ, ഇവയെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? സ്ലാഷ് ഓർ ഹൈഫൻ ആണോ യൂസ് ചെയ്യുന്നത്? ഡോളർ സൈൻ ആണോ യൂസ് ചെയ്യുന്നത്? കോളൻ ആണോ, സെമി കോളൻ ആണോ? എന്ത് വെച്ചിട്ടാണ്? നമുക്കറിയാം, നമ്മൾ സാധാ നോർമലി എഴുതുമ്പോഴും എന്താണ് യൂസ് ചെയ്യുന്നത്? സ്ലാഷ് ഓർ ഹൈഫൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സ്പ്രെഡ്ഷീറ്റിനകത്തും ഡേറ്റ് എലമെൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺകാറ്റിനേഷൻ ഓഫ് ടെക്സ്റ്റ് ക്യാൻ ബി ഡൺ യൂസിങ്. കോൺകാറ്റിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റർ ഏതാണ്? പഠിച്ച് ഹാഷ് ആണോ, ആംപർസാൻഡ് ആണോ, എക്സ്ക്ലമേഷൻ ആണോ, എക്സ്പൊണൻഷ്യൽ ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? കോൺകാറ്റിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആംപർസൈൻ സൈൻ ആണ്. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺകാറ്റിനേഷൻ. അതായത് ഒന്നിലധികം വേർഡ്സിനെ ഒറ്റ വേർഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അടുത്ത, ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദി നമ്പർ ഓഫ് സെൽസ് വിതിൻ എ റേഞ്ച് ദാറ്റ് മീറ്റ് ദ ഗിവൺ ക്രൈറ്റീരിയ. അതായത് ഒരു റേഞ്ചിലുള്ള നമ്പർ ഓഫ് സെൽസിനെ കൗണ്ട് ചെയ്യാൻ, അതായത് ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഒരു റേഞ്ചിലുള്ള സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? കൗണ്ട്, കൗണ്ട് സം, കൗണ്ട് ഇഫ്, സം കൗണ്ട്. ഏതാണ്? കൗണ്ട് എ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൗണ്ട് ഇഫും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത്? ഏതാണ്? കൗണ്ട് ഇഫ് ആണ്. ഇഫ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ്? ഒരു കണ്ടീഷൻ കാണും. അപ്പോൾ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? കൗണ്ട് ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എറർ ഒക്കോർ വെൻ എ കോളം ഈസ് നോട്ട് വൈഡ് ഇനഫ് ഓർ എ നെഗറ്റീവ് ഡേറ്റ് ഓർ ടൈം ഈസ് യൂസ്ഡ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്പേഴ്സൊക്കെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ കോളത്തിന് ഇനഫ് ആയിട്ടുള്ള വൈഡിന് വിഡ്ത്തിന് ഇനഫായിട്ടല്ല വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എറർ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഡേറ്റോ ടൈമോ ഒക്കെ നെഗറ്റീവായിട്ടൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എറർ എങ്ങനെയാണ് കാണിക്കുന്നത്? ഹാഷ് നള്ളാണോ, ഹാഷ് റഫ് ആണോ, ഹാഷ് നെയിം ആണോ, ഹാഷ് 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 ഇങ്ങനെയാണോ കാണിക്കുന്നത്? എങ്ങനെയാണ് എറർ വരുന്നത്? നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയാണ്. ഹാഷ്, ഈ ഹാഷ് 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 എന്ന് പറയുന്ന ടൈപ്പിലായിരിക്കും എറർ വരുന്നത്.
അടുത്തത് പ്രൊട്ടക്റ്റ് ഷീറ്റ് ഓർ വർക്ക് ബുക്ക് ഓപ്ഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ടാബ്. പ്രൊട്ടക്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഏത് ടാബിലാണുള്ളത്? ഹോം ആണോ, വ്യൂ ആണോ, ഇൻസേർട്ട് ആണോ, റിവ്യൂ ടാബാണോ? ഏതിലാണുള്ളത്? റിവ്യൂ ടാബിനകത്താണ് ഉള്ളത്. ഇപ്പോൾ റിവ്യൂവിനകത്ത് തന്നെയാണോ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വർക്ക് ബുക്ക്. അപ്പം ഇത് കണ്ടോ, വ്യൂ ടാബ്, റിവ്യൂ ടാബ്. റിവ്യൂ ടാബിനകത്താണ് എന്തുള്ളത്? പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ഈ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്പർ ഓഫ് ടാബ്സ് ഇൻ ദ ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സ്. ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സ് മാത്രമായിട്ട് നമ്മളൊരു ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർമാറ്റ് സെൽ ഡയലോഗ് ബോക്സിൽ എത്ര ടാബ്സ് ആണുള്ളത്? 4 ആണോ, 5 ആണോ, 6 ആണോ, 7 ആണോ? എത്ര ടാബ്സ് ഉണ്ട്? 6 ടാബ്സ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പിവറ്റ് ടേബിൾ ഓപ്ഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ടാബ്. എവിടെയാണ് പിവറ്റ് ടേബിൾ ഓപ്ഷൻ ഉള്ളത്? ഹോം ടാബിലാണോ, ഇൻസേർട്ടിലാണോ, ഫോർമുലയിലാണോ, ഡേറ്റയിലാണോ? ഏതിലാണ്? ഇൻസേർട്ടിലാണ്. ഇൻസേർട്ടിൽ നിന്നാണ് നമ്മൾ ഏതെടുത്തിട്ടുള്ളത്? പിവറ്റ് ടേബിൾ എടുത്തത്. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ ഇവിടെ എന്താണുള്ളത്? പിവറ്റ് ടേബിൾ. ടേബിളിൽ 2 ഓപ്ഷനും എവിടെയാണ്? ഇൻസേർട്ടിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എക്സൽ 2007 വി ക്യാൻ അൺഡു ദി ലാസ്റ്റ് ഡാഷ് ആക്ഷൻസ്. എക്സൽ 2007 നമുക്ക് എത്ര ആക്ഷൻസ് വരെ അൺഡു ചെയ്യാം? 256, 25, 50, 100. എത്ര ആക്ഷൻസ് വരെ നമുക്ക് അൺഡു ചെയ്യാം? ടോട്ടൽ 100 ആക്ഷൻസ് വരെ നമുക്ക് അൺഡു ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫംഗ്ഷൻ ഡിസ്പ്ലേ റോ ഡേറ്റ ഇൻ കോളം ആൻഡ് കോളം ഡേറ്റ ഇൻ റോ ഫോർമാറ്റ്. റോയിലുള്ള ഡേറ്റാസിനെ കോളത്തിലും കോളത്തിലുള്ള ഡേറ്റാസിനെ റോയിലും ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? കോൺഗേറ്റിനേറ്റ് ആണോ, ട്രിം ആണോ, ട്രാൻസ്പോസ് ആണോ, ആവറേജ് ആണോ? ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്പോസ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടേബിൾ ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ റോയിലുള്ള ഡേറ്റാസ് കോളത്തിലും കോളം ഡേറ്റാസ് റോയിലും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോസ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ടൈം എലമെൻറ്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ്. ടൈം ആണെങ്കിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? സ്ലാഷ് ആണോ, കോമയാണോ, കോളൻ ആണോ, എക്സ്പോണൻ്റ് ആണോ? ഏത് യൂസ് ചെയ്തിട്ടാണ്? കോളൻ യൂസ് ചെയ്തിട്ടാണ് ടൈമിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, ടൈം എലമെൻറ്റ്സിന്. അടുത്തത്, ഡാഷ് ഈസ് ആൻ ഇൻ്ററാക്റ്റീവ് വർക്ക്ഷീറ്റ് ദറ്റ് സമ്മറൈസസ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ. ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ഒക്കെ ഉള്ള വർക്ക്ഷീറ്റിനെ നമുക്ക് സമ്മറൈസ് ചെയ്ത് ഡേറ്റ സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? സിനോറിയോസ് ആണോ, ഇൻഡെക്സ് ആണോ, പിവറ്റ് ടേബിൾ ആണോ, പ്രൊട്ടക്റ്റ് വർക്ക്ഷീറ്റ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു പിവറ്റ് ടേബിൾ എന്താണ്. പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാനാണ്. ഡേറ്റ സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? പിവറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. ഒരു പുതിയ വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്താണ്? Ctrl+F10 ആണോ, Alt+F11 ആണോ, Shift+F11 ആണോ, Ctrl+F11 ആണോ? ഏതാണ്? Shift+F11 ആണ് പുതിയ ഒരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. അപ്പം അത് മറന്നു പോകരുത്. Shift+F11 നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇതല്ലേ നമ്മുടെ ഷീറ്റ് ടാബ്. ഇവിടെ എത്ര ഷീറ്റ് ഉണ്ട്? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. ഞാൻ Shift+F11 കീ കൊടുത്ത് കാണിക്കാം. കണ്ടോ, Shift+F11 കൊടുത്തപ്പോൾ ഒരു ഷീറ്റ് കൂടി ഇവിടെ ഇൻസേർട്ടായി. ഏതാണ്? ഷീറ്റ് 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ എക്സൽ 2007 പ്രസ് Ctrl+0. Ctrl+0 പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓപ്പൺ ആണോ, ഫോർമാറ്റ് സെല്ലാണോ, ഹൈഡ് സെലക്റ്റഡ് കോളം ആണോ, ഇൻസേർട്ട് ന്യൂ വർക്ക്ഷീറ്റ് ആണോ? ഏതാണ്? Ctrl+0 നമുക്ക് കൊടുത്തു നോക്കാം. Ctrl+0 കൊടുത്തു കഴിയുമ്പം ഓപ്പൺ Ctrl+O അല്ലേ? ഇപ്പം Ctrl+0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ് സെലക്റ്റഡ് കോളമാണ് Ctrl+0. നമുക്ക് Ctrl+0 കൊടുത്തു നോക്കാം. ഇപ്പം നോക്കിയേ, ഇവിടെ ഞാൻ ഈ ഒരു കോളം സെലക്ട് ചെയ്തു. ഡി എന്ന് പറയുന്ന കോളമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് Ctrl+0 കൊടുത്തു നോക്കാം. ഷോർട്ട് കട്ട് കീ ഞാൻ കൊടുത്തപ്പോൾ കണ്ടോ, നമുക്ക് സി കഴിഞ്ഞിട്ട് ഏത് കോളമാണ് വരുന്നത്? ഇ ആണ് വരുന്നത്. ഡി എന്ന് പറയുന്ന കോളം ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു? ഹൈഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ Ctrl+0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സെലക്റ്റഡ് കോളം ഹൈഡ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സൈൻ ഇൻഡിക്കേറ്റ് ടു മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൈൻ ഏതാണ്? ആസ്ട്രിക് ആണോ, എക്സ്പോണൻ്റ് ആണോ, സ്ലാഷ് ആണോ, കോളൻ ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ആസ്ട്രിക് സൈനാണ് യൂസ് ചെയ്യുന്നത്. ഏതാണ് ആസ്ട്രിക് സൈൻ എന്ന് പറയുന്നത്? നമ്മുടെ
ടൈപ്പ് ചെയ്ത് കാണിക്കാം. സോറി. ഇതല്ലേ ആസ്ട്രിക് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വർക്ക് ഷീറ്റ് നെയിം അപ്പിയർ ഓൺ ദ ടാബ്സ് അറ്റ് ദ ഡാഷ് ഓഫ് ദ വർക്ക് ബുക്ക് വിൻഡോ. ഒരു വർക്ക് ബുക്ക് വിൻഡോയുടെ എവിടെയാണ് വർക്ക് ഷീറ്റ് ടാബ് കാണപ്പെടുന്നത്? ബോട്ടം റൈറ്റ് ആണോ, ടോപ്പ് റൈറ്റ് ആണോ, ബോട്ടം ലെഫ്റ്റ് ആണോ, ടോപ്പ് ലെഫ്റ്റ് ആണോ? എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മളിപ്പോൾ ഷീറ്റ് ടാബ് എടുത്ത് നോക്കിയതേ ഉള്ളൂ. എവിടെയാണ് കാണപ്പെടുന്നത്? ബോട്ടം ലെഫ്റ്റിലാണ് ഷീറ്റ് ടാബ്സ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഉടൻ തന്നെ നമുക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക്